പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ജൂലൈ 28 തിങ്കളാഴ്ച. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിലെ കഴിഞ്ഞ ചൊവ്വാഴ്ച പ്രാർത്ഥന നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബുധനാഴ്ച മുതൽ ഡോക്യുമെൻറ്റുകൾ സമർപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന. നമ്മൾ രാവിലെയുള്ള പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഓരോ ദിവസത്തിന് വേണ്ട ഡെയിലി ബ്രെഡാണല്ല ഇത്. അപ്പം നിങ്ങൾ ഇപ്പോൾ ഓരോരോ സ്ഥലങ്ങളിലേക്ക് പോകത്തില്ലേ, അപ്പോൾ ഓരോരോ വിഷയങ്ങളിൽ ഏർപ്പെട്ടില്ലേ. ഇപ്പോൾ ഉദാഹരണത്തിന് ഭവന നിർമ്മാണ തടസ്സമാണ്. അപ്പം നിങ്ങൾ അതിൻ്റെ സ്കെച്ചും പ്ലാനും രാവിലെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവരണം. അച്ഛൻ കുറിച്ചെടുക്കുമ്പോൾ തന്നെ ആദ്യം ഡോക്യുമെൻ്റ് പ്രാർത്ഥനയാണ്ട സമയമായിരിക്കും. നിങ്ങളുടെ സ്കെച്ച് പ്ലാനുകളും നിങ്ങളുടെ എല്ലാ രേഖകളും കർത്താവിൻ്റെ ദിവസം സമർപ്പിക്കുന്നു എന്ന് പറയും.
അതുപോലെ നിങ്ങളുടെ യാത്ര, വിദേശ യാത്രയ്ക്കൊക്കെ പോകണവരില്ലേ, അവിടെ ടിക്കറ്റുകൾ എടുക്കണം. ടിക്കറ്റുകൾ, പാസ്പോർട്ട്, രാവിലെയുള്ള ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയുടെ സമയത്ത്. അപ്പോൾ തന്നെ പരീക്ഷയ്ക്ക് പോകുന്നവർ അതിൻ്റെ ഹോൾ ടിക്കറ്റ് എടുക്കണം. ആശുപത്രിയിൽ പോകുന്നവർ അതിൻ്റെ ആശുപത്രിയുടെ ബുക്കില്ലേ, ആശുപത്രിയുടെ നിങ്ങളുടെ ഡയഗ്നോസിൻ്റെ പേപ്പർ, മരുന്ന് എഴുതി പ്രിസ്ക്രിപ്ഷൻ പേപ്പർ, ആ വിഷയങ്ങൾ രാവിലെ എടുക്കണം. ആ മേഖലകളിലെല്ലാം കർത്താവിനത് പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിൽ ഇത് ഉടമ്പടി പ്രാർത്ഥനയുടെ തന്നെ മറ്റൊരു അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അവർക്ക് വീഞ്ഞില്ല എന്ന് അമ്മ പറയുന്നിടത്ത് വെച്ച് മനുഷ്യൻ്റെ ഭൗതിക ആവശ്യങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് കർത്താവിൻ്റെ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തി ആ വിഷയം നമ്മളെപ്പോലെ ദൈവത്തിൻ്റെതുമാക്കിയെടുക്കുന്ന ഒരു സമർപ്പണ പ്രാർത്ഥനയാണ് രാവിലെ ഈ രേഖാപ്രാർത്ഥനയൊക്കെ ഉള്ളത്, ആ വിഷയം. പിന്നെ അതുപോലെ തന്നെ അച്ഛൻ പറഞ്ഞായിരുന്നു, നിങ്ങൾ ഇപ്പോൾ ഒരു പശുത്തൊഴുത്ത് കെട്ടാനാണ് പോയിടം വിചാരിച്ചു. അപ്പോൾ ആ പ്രാർത്ഥന നിങ്ങൾ കൂരേണ്ടത് ആ സ്ഥാനത്ത് പോയി നിന്നാണ് കൂരേണ്ടത്. അടുക്കള കെട്ടുന്നവരും എസ്റ്റേഷൻ എടുക്കുന്നവരും കാർ ഷെഡ് ചെയ്യുന്നവരും ഒക്കെ ഈ പ്രാർത്ഥന അവരുടെ ആ ഉദ്യമമായിട്ട് ഇപ്പോൾ ഈ നിലവിലിരിക്കുന്ന ഉദ്യമം എന്താണ്? ചിലപ്പോൾ ഒരു ചെറിയ ഷോപ്പ് ചെയ്യുന്നവരായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർ ചില പലചരക്കട ചെയ്യുന്നവരായിരിക്കും. ചിലപ്പോൾ അതിന് കച്ചവടം ഇല്ലാതിരിക്കുന്ന അവസ്ഥയായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ പ്രാർത്ഥന കച്ചവട സ്ഥലം അടുത്താണെങ്കിൽ, കച്ചവട പീടിയൊക്കെ അടുത്താണെങ്കിൽ ആ ഷോപ്പിൽ പോയി നിന്ന് ആണ് ഈ പ്രാർത്ഥന കൂടേണ്ടത്. അപ്പോൾ എന്താണ് നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം, അത് ആ വിഷയവുമായിട്ട് ബന്ധപ്പെടുത്തി വേണം ഈ പ്രാർത്ഥന. അങ്ങനെ ഗുരുതരമായ വിഷയങ്ങളിരിക്കുന്നവർ, ഇപ്പോൾ കോടതിയിലെ കേസ് നടക്കണില്ലേ, അപ്പോൾ കേസ് നടക്കുന്നുണ്ടെങ്കിൽ കേസിൻ്റെ സമൻസ് ഉണ്ടെങ്കിൽ അത്, അതുപോലെ തന്നെ വക്കീലിന് കൊടുത്തിരിക്കുന്ന വക്കാലത്ത് ആ കേസിൻ്റെ അതിൻ്റെ കോപ്പി, എന്താണ് കോടതിയുടെ കോപ്പി കയ്യിലുള്ളത് അത് കയ്യിലുണ്ടാകണം. സ്ഥലം അളക്കുക, സ്ഥലം കൊടുക്കുക എന്നുള്ളത് ഒന്നെങ്കിലും പ്രമാണം ഉണ്ടായാൽ മതി കയ്യിൽ. അതിൻ്റെ എഗ്രിമെൻ്റ് പേപ്പർ, പിന്നെ ഇൻ്റർവ്യൂവിനൊക്കെ പോവുകയാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടാകണം, ഫയലുണ്ടാകണം. അപ്പം ഇങ്ങനെ എല്ലാ ദിവസവും ഈ പ്രാർത്ഥന ഇതിൻ്റെ കൂടെ വരും. ഈ നമ്മുടെ രാവിലെയുള്ള ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയുടെ കൂടെ ഈ വിഷയങ്ങൾ രേഖകൾ സമർപ്പിക്കുന്ന സമർപ്പണ പ്രാർത്ഥന ഉണ്ടാകും. അത് നിങ്ങൾക്ക് മുട്ടനിക്കാൻ പറ്റുന്നൊരു മുട്ടയെന്ന് തന്നെ അത് പ്രാർത്ഥിക്കണം. ആദ്യത്തെ ഭാഗം അച്ഛൻ കുരിശെടുക്കുമ്പോൾ തന്നെ ഉള്ളത് ആദ്യമേ തുടങ്ങുന്നത് ഇതുപോലെയുള്ള രേഖകളെ സമർപ്പിക്കുന്ന പ്രാർത്ഥനയാണ്. അതിനുശേഷമാണ് പിന്നീട് രോഗികളെയൊക്കെ സംബന്ധിച്ച് ജീവിത വിഷയങ്ങളെ സംബന്ധിച്ച് പോകുന്നത്. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, അത് അപ്ഡേഷൻസാണ് വന്നിരിക്കുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. രേഖകളുള്ളവരൊക്കെ രേഖകൾ കയ്യിലെടുക്കുക. കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, അങ്ങയുടെ മക്കൾ അവരുടെ ജീവിതത്തിൽ ഇന്ന് ഉതകണ്ട, ഇന്ന് ബാധ്യതപ്പെടേണ്ട എല്ലാ ജീവിതരേഖകളുമായിട്ട് കർത്താവ് അങ്ങയുടെ തിരുസേന കണ്ണീരോടെ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, പരീക്ഷയ്ക്ക് പോകുന്നവരെ, റിസൾട്ട് നോക്കാൻ പോകുന്നവർ, ഇൻ്റർവ്യൂവിന് പോകുന്നവർ, വിദ്യാർത്ഥികൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് പോകുന്നുവോ അവരുടെ രേഖകളെല്ലാം ഇപ്പോൾ ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈ രേഖകളുടെ മേലെല്ലാം നിൻ്റെ തിരുമുറുവാർന്ന് വലതുകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയെ പരിശുദ്ധമേ ദേവമാതാവേ, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാനായിലെ കല്യാണ കുടുംബത്തിലെ കർത്താവിൻ്റെ കൃപയുടെ വാഹകയായി നിന്നവളെ, മക്കൾക്ക് പലപ്പോഴും വിദ്യാഭ്യാസത്തെയും പഠനത്തെയും പരീക്ഷയെയും ഇൻ്റർവ്യൂവിനെയും അതിൻ്റെ ഫലപ്രഖ്യാപനത്തെ നോക്കുന്നതിനൊക്കെ പോകുന്നവർക്ക് ടെൻഷനും പലതരത്തിലുള്ള പ്രയാസവും ഒക്കെയാണുള്ളത്. ആദ്യമേ അമ്മയെ അവിടെ മനസ്സ് സമാധാനപ്പെടുത്താനും സ്വസ്ഥപ്പെടുത്താനും നീ അവരെ ആശ്വദിക്കുക, ശക്തിപ്പെടുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പദ്ധതികൾക്കെല്ലാം കീഴ്വഴങ്ങിക്കൊണ്ട് ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സുവിശേഷ സാക്ഷ്യം മുന്നേറാനുള്ള കൃപ അവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പുരയിടമായിട്ട് ബന്ധപ്പെട്ട ഒരേ സമയ വിഷയങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. പുരയിടത്താണെങ്കിൽ പുരയിടത്തിലാണ് വിൽക്കാൻ പോകുന്നവരുണ്ട്, വാങ്ങാൻ പോകുന്നവരുണ്ട്, അഡ്വാൻസ് കൊടുത്തവരുണ്ട്, അഡ്വാൻസ് കൊടുത്തിട്ട് അതിൻ്റെ തീർവ് നടക്കാത്തവരുണ്ട്. അങ്ങനെയുള്ളവരുടെ എല്ലാ പ്രമാണങ്ങളെയും അതുപോലെ തന്നെ അച്ചാരച്ചീട്ടിനെയും അങ്ങയുടെ തിരുസന്നിധിയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമേ, അതുപോലെ തന്നെ ഈശോയെ പലതരത്തിലുള്ള കീടങ്ങൾക്ക് കൃഷിക്കുണ്ടാകുന്ന കീടങ്ങൾ,
അതുപോലെ തന്നെ പലപ്പോഴും ഏലം പഴുത്തു മാറുന്നതും, അതുപോലെ തന്നെ പലതരത്തിലുള്ള മത്സ്യത്തൊഴിലാളി മേഖലയിലുണ്ടാകുന്ന കേടുപാടുകൾ, വലയുടെ കേടുപാടുകൾ, സ്ഥിരമായി കെഞ്ചി നിന്ന് പോവുക, സ്ഥിരമായി വലക്ക് കേടുപാട് വരിക, അങ്ങനെയുള്ള മേഖലകളിലുള്ള വസ്തുവകൾ, ഇംപ്യൂട്ട്സിനെ, ഉരുപ്പടികളെ, മത്സ്യബന്ധന ഉരുപ്പടികളെ അങ്ങനെ തിരുസന്നിധിയിൽ അവർ അത് നന്നായി വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയും സുരക്ഷിതമായി അത് ഉപയോഗിക്കാൻ വേണ്ടിയും കർത്താവിൻ്റെ നാമത്തിൽ അവർ ആശീർവദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആശുപത്രിയിൽ പോകുന്നവരുടെ ചീട്ടുകളും, അതുപോലെ തന്നെ എക്സ്റേ കോപ്പികളും, സ്കാനിങ് റിപ്പോർട്ടുകളും, അതുപോലെ തന്നെ മരുന്നിൻ്റെ പ്രിസ്ക്രിപ്ഷൻ കാർഡുകളും അങ്ങനെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ കർത്താവെ, നിൻ്റെ തിരുമുറിവാർന്ന വരദകരം മക്കളുടെ മേലെ വയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന വിഷയം. വിദേശ യാത്ര ചെയ്യുന്നവരെ, യാത്രയ്ക്ക് ഒരുങ്ങുന്നവർ, അവരുടെ പാസ്പോർട്ടുകൾ, വിസ, അതുപോലുള്ള എല്ലാ വിഷയങ്ങളും കർത്താവെ അങ്ങനെ തിരുസന്നിധി സഹോദരൻ പ്രാർത്ഥിക്കുന്ന ഈശോ നിങ്ങളുടെ അകത്ത് നിൻ്റെ തിരുവാർന്ന വരദകരം, ആണിപ്പെടുന്ന അത്ഭുതകരം കർത്താവെ ഈ മക്കളുടെ ശിരസിൽ വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിപ്പണ പോലെ വൈദാഘാതം പോലെ ദൈവികമായ ശക്തി ഈ രേഖകളിലേക്ക് ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിലനിൽക്കുന്ന തടസ്സങ്ങളെ, ദോഷങ്ങളെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ 39 വർഷത്തെ പൗരോഹിത്യത്തിൻ്റെ ശക്തിയാലും കർത്താവിനും കൃപാസ്ഥാനത്താരും ജീവനുടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ യോഗ്യതയാലും അൽത്താരിൽ നടന്ന 16 ആരാധനയുടെ ദൈവികമായ ശക്തിയാൽ ഈ രേഖകളുണ്ടാകുന്ന ഈ വസ്തുക്കൾക്കുണ്ടാകുന്ന ഈ രേഖയുടെ മേലുണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളെയും, മറവി തടസ്സങ്ങൾ വരെ യേശുക്രിസ്തു നാമത്തിൽ ഞാൻ ബന്ധിക്കുകയും ഇതിലെ ശുഭദീർഘമായ പര്യവസാനം ഉണ്ടാകാൻ പരിശുദ്ധ ദേവമാതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥനെ രേഖകളെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. കർത്താവെ, കണ്ണുനീരുടെ വിതക്കൊന്നും അവർ ജയഘോഷത്തോടെ കൊയ്ത കറ്റയുമായി വരുന്നു എന്നുള്ള എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനയാണ്. കർത്താവെ, കണ്ണുനീരുടെ പോകുന്നവരെ, ആശങ്കയോടെ പോകുന്നവരെ ഉത്സാഹത്തോടെ തിരിച്ചു വരാനും അവർക്ക് ഉന്മേഷത്തിൻ്റെ അരുവിയെ പരിശുദ്ധാത്മാവിനെ, ദ ജോയ് ഓഫ് ദി ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തിൽ അവരെ പ്രത്യേകം അഭിഷേകം ചെയ്യുന്നത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ ആശീർവദിക്കുന്നു. കർത്താവ്, വാഹനം വാങ്ങാൻ പോകുന്നവരുണ്ട്, വാഹനം ഓടിക്കാൻ പോകുന്നവരുണ്ട്, അവരുടെ താക്കോലുകൾ, അവരുടെ ലൈസൻസ് അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അവരെ പോകേണ്ട വഴി നിനക്ക് മുമ്പേ ഞാനൊരു ദൂതനെ അയക്കുമെന്ന് അളിച്ചത് കർത്താവ് ആ ദൂതനെ അയച്ചു തരികയും നിൻ്റെ വഴികളെ ക്രമപ്പെടുത്തുകയും നീ സുരക്ഷിതമായി തിരിച്ചെത്തുകയും ചെയ്യാൻ ദൈവമായ കർത്താവായിരിക്കും എൻ്റെ ദൈവമെന്ന് കർത്താവ് യാക്കോബിൻ്റെ പ്രാർത്ഥന പോലെ ഈ ആ വഴി യാത്രയിൽ സുരക്ഷിതത്വം ലഭിക്കാൻ പരിശുദ്ധമ ദേവമാതാവിനെ നിങ്ങളുടെ വാഹനത്തെ സഞ്ചരിക്കുന്നവരെയും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വാഹനം ഡ്രൈവ് ചെയ്യുന്നവരെയും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. നിങ്ങളുടെ വലത്തും ഇടത്തും കൂടി പോകുന്ന മറ്റു വാഹനങ്ങളെയും മുമ്പിനും പുറകിലും വരുന്ന മറ്റു വാഹനങ്ങൾ ആകസ്മികമായി ഉണ്ടാകുന്ന അപകടങ്ങളെ ഈശോയുടെ നാമത്തിൽ ബന്ധിക്കുന്നു. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ദ ഫയർ ഫിംഗർ, സോക്ക് വിത്ത് ദ പ്രഷ്യസ് ബ്ലഡ്, ലോർഡ് ഇൻഫ്യൂസ് ദ സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ്. നമ്മൾ ഡെയിലി ബ്രെഡ് കാണുന്നവർ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്. ഞാൻ നിങ്ങളെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നതിനെ നിങ്ങൾ ഒത്തിരി പേര് സാക്ഷ്യം പറയുന്നുണ്ട്. ഡെയിലി ബ്രെഡിൻ്റെ കർത്താവ് നിങ്ങളോട് സംസാരിക്കുകയും നിങ്ങളനുസരിച്ച് തീരുമാനമെടുക്കുകയും നിങ്ങൾക്കത് അനുഗ്രഹമായി മാറുകയും ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. കർത്താവ് എളിയ എന്നെ ഉപകരണമാക്കി എടുക്കണമല്ലോ എന്ന് നോക്കുമ്പോൾ ദൈവത്തോട് എനിക്ക് ആദരവും അനൽപമായ നന്ദിയുണ്ട്. ഇപ്പം ഇത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ വിശ്വാസത്തിന് എപ്പോഴും ഉള്ളാവുന്ന ഒരു തലമെന്ന് പറയണത് വിശ്വാസത്തിൻ്റെ ഒരു തലമെന്ന് പറയണത് ഏറ്റുപറച്ചിലാണ്. ഏറ്റുപറച്ചിലിന് റെഡിയല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ ഉടുപ്പെടുത്തിടാതിരിക്കും നല്ലത്. വിശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബേസിക്കായിട്ട് ഏറ്റുപറച്ചിലാണ്. ഇപ്പം ശരി പറയല്ലേ, അവനവൻ്റെ വിശ്വാസം അവനവൻ്റെ ഉള്ളിലുള്ള സ്വകാര്യമല്ലേ. വിശ്വാസത്തിനൊരു സ്വകാര്യതയില്ല. സത്യദൈവത്തിലാണെന്ന് വിശ്വസിക്കണമെങ്കിൽ സ്വകാര്യമില്ല. വല്ലതിലും വിശ്വസിക്കുകയാണെങ്കിൽ സ്വകാര്യത ഉണ്ട്, അതിൻ്റെ സ്വകാര്യമായ കാര്യമാണ്. ചിലപ്പോൾ അത് വിശ്വാസം അന്ധവിശ്വാസമാകാം, നാട്ടുകാരറിഞ്ഞ കാര്യമില്ല, അവർക്കും ഗുണമില്ല എന്ന് പറയും. ഇത് അങ്ങനെയല്ല. നമ്മൾ സത്യദൈവത്തെ വിശ്വസിക്കുമ്പോൾ മറ്റുള്ളവരെ അറിയണം, അവർക്കത് ദൈവത്തെ കൊണ്ട് ഗുണമുണ്ടാകണം. അതിനെന്ത് ചെയ്യണം? ഏറ്റുപറയണം. അതാണ് ഈശോ പറയണത്, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയാം. അത് അന്ത്യം വരെ അത് അനുഗ്രഹം നിൽക്കുന്നതിൻ്റെ അർത്ഥം. നമുക്ക് ഈ അതരം കൊണ്ട് ഏറ്റുപറയാവുന്നത്, ഇപ്പം നമ്മൾ ജോമാർ ചെല്ലണത് അതരം കൊണ്ട് ഏറ്റുപറച്ചിലാണ്. പ്രാർത്ഥിക്കണ എല്ലാം അതരം കൊണ്ടുള്ള ഏറ്റുപറച്ചിലാണ്. പക്ഷേ ഏറ്റുപറച്ചിനൊരു കുഴപ്പമുണ്ട്. സ്വകാര്യമായിട്ട് ഏറ്റുപറയാം, അതിനൊരു മാർക്കുണ്ട്.
പക്ഷേ സാമൂഹ്യമായിട്ട് ഏറ്റുപറയണം. മത്തായി 10:32 മനുഷ്യരുടെ മുമ്പിൽ ഏറ്റുപറയുമ്പോഴേ ഈ മുറി അടച്ചിട്ട് ഇരുന്ന് മൂലക്കിരുന്നുകൊണ്ട് ഏറ്റുപറയണമല്ല. അതിൻ്റെ ക്വാളിറ്റിയുള്ള, ഗ്രാവിറ്റിയുള്ള, മാർക്കുള്ള ഏറ്റുപറച്ചിൽ എന്താണ്? വിശ്വാസം ഏറ്റുപറച്ചിലാണ്. അതെന്താ ഏറ്റുപറയണം? മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. അപ്പൊ ആ പ്രാർത്ഥന അങ്ങ് സ്വർഗം വരെ എത്തി. സ്വർഗം വരെ എത്തണ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണത്? പിതാവിൻ്റെ അടുത്തെത്തി. മനസ്സിലായില്ലേ? അത് ആ പ്രാർത്ഥനയ്ക്ക് നമ്മുടെ വിശ്വാസത്തിന് ഏറ്റുപറച്ചിലൊരു സാമൂഹ്യമാനം ഉണ്ടാകണം. അത് മനുഷ്യരുടെ മുമ്പിലായിരിക്കണം. വ്യക്തിപരമായിട്ടുണ്ട്. അത് വെള്ളിയാണെങ്കിൽ സമൂഹ പ്രാർത്ഥന സ്വർണ്ണമാണെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. അതിനെ കുർബാനൊന്നും മുടക്കരുത്. അല്ല, ഞാൻ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാലും പ്രാർത്ഥനയാകില്ലെന്ന് ചോദിക്കുന്നത് വിവരക്കേടും വെളിവില്ലായ്മയുമാണ്. അവൻ്റെ അവിശ്വാസത്തിന് മറപിടിക്കാൻ വേണ്ടി അവൻ കാണിക്കുന്ന ജാട വർത്തമാനങ്ങളൊക്കെ അതിലൊന്നും നിങ്ങൾ വീഴരുത്. ശരിക്കും പറഞ്ഞാൽ കാര്യം 10 മനുഷ്യരുടെ മുമ്പിൽ നമ്മൾക്ക് ക്രിസ്തുവിനെ വിശ്വാസം ഏറ്റുപറയാം. അത് നാക്ക് കൊണ്ട് പറയുന്നത് മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും മനുഷ്യർ അതിൻ്റെ അകത്തൊരു ഇപ്പം ഞാൻ ഇടയ്ക്ക് പറയുന്ന ഒരു ഉദാഹരണം പറയുന്നത്, സാഹിത്യ അക്കാദമി പഠിക്കുന്ന കാലത്ത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ അക്കാദമി മുതൽ അയന്തോൾ വരെ അവിടെയാണ് ഞാൻ താമസിച്ച് ഉറങ്ങണത്. അപ്പം തമ്പുരാൻ സാഹിത്യ അക്കാദമിയുടെ കെട്ടിടമാണ്. അവിടെ വരെ എനിക്ക് വേണമെങ്കിൽ ഓട്ടോക്ക് പോകാം. ഞാൻ അക്കാഡമിയിൽ നിന്ന് വന്ന് റൗണ്ട് സൗത്തിൽ കയറിയിട്ട് നേരെ അയ്യന്തോളിലോട്ട് നടന്നാണ് പോണത്. എങ്ങനെ നടന്നു പോകും? നടന്നു പോകുമ്പോൾ വലിയ കൊന്ത കയ്യിലുണ്ടാവും. എന്താണെന്നറിയാമോ? ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ടേ പോകത്തുള്ളൂ. എന്തിനാണ് ഞാൻ ജപമാല ചൊല്ലണേ? എന്തിനാ? അവിടെ മുഴുവൻ കടകളുണ്ട്. കുറേ കത്തോലിക്കരുണ്ടാവുമല്ലോ ആ കടകളിലൊക്കെ. അപ്പോൾ ആരെങ്കിലും ഈ കടയൊക്കെ അടച്ച് വീട്ടിൽ ചെന്നിട്ട് പ്രാർത്ഥന ചെല്ലിയല്ല അല്ലെന്ന് ചോദിക്കും അവർ. അത്രേ ഉള്ളൂ. അപ്പോൾ ചെല്ലിയെന്ന് അവർ പറയുകയും ചെയ്യും. ഇവർ പല അണ്ണന്മാരും പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞിട്ട് വീട്ടിൽ എത്താൻ വേണ്ടി എത്ര ഇരിക്കുന്ന അണ്ണന്മാരും ഉണ്ടാകും. അവർക്കെല്ലാം ഒരു ബോധം ഉണ്ടാകണം. എന്തിനാണ്? ജപമാല പരസ്യമായിട്ട് ചൊല്ലി, അയ്യോ എത്ര നാളായി ഞങ്ങളുടെ വീട്ടിൽ ജപമാല ചൊല്ലിയിട്ട് എന്ന് എന്നെ കണ്ടാൽ തോന്നണം. അത് വിശ്വാസത്തിൻ്റെ സാമൂഹ്യ പ്രഖ്യാപനമാണത്. ഇപ്പം നമ്മൾ ദേവാലയത്തിൽ പോകുന്നില്ലേ? ഇപ്പം നമ്മുടെ വീട്ടിൽ എന്താണ്ട് പള്ളി പരാജതെന്ന് ചോദിക്കുമ്പോൾ പറയും, ഞങ്ങളുടെയൊക്കെ നാട്ടിൽ നിന്ന്, ഞങ്ങളുടെ ആ പ്രദേശത്ത് നിന്ന് ആരും വരണില്ല അച്ഛാ എന്ന് പറയാം. അതാണ് നമ്മുടെ റിസ്ക് എന്ന് പറയണത്. നമ്മുടെ പ്രദേശത്ത് നിന്ന് ആരും വരാത്തപ്പോൾ എല്ലാവരും വരുമ്പോൾ നമ്മൾ അവിടെ പോയാലുണ്ടല്ലോ, നമുക്ക് 5 മാർക്കേ ഉള്ളൂ. ഇവിടെ പോയാൽ ആരും വരണില്ല, നമ്മൾ എഴുന്നേറ്റ് പോണ്. അപ്പൊക്കെ അത് 50 മാർക്കാണ്. പണ്ട് ഞങ്ങളുടെ നാട് പള്ളിത്തോട എൻ്റെ വീട്. ഇപ്പം എൻ്റെ വീടെന്ന് പറഞ്ഞത് തന്നെ ഒരു തുരുത്തിലാണ്. ചുറ്റും വന്ന് ഇപ്പോൾ കുറച്ച് സ്ഥലമൊക്കെ പൊക്കി ഞാൻ. അതായത് അവിടെ ഗവൺമെൻറ്റിന് എഴുതി കൊടുത്തു. എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിഷണറി കലകളെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ഒരു അക്കാഡമിക് സെൻ്ററായിട്ട് അത് ഉയർത്തിക്കൊണ്ട് വരികയും. അപ്പോൾ ഗവൺമെൻറ് എന്നെ സഹായിച്ചു, കൃപാസനത്തെ സഹായിച്ചു. 50 ലക്ഷം രൂപയോളം ഗവൺമെൻറ് തന്നു. ബാക്കി നമ്മുടെ കയ്യിൽ നിന്നിട്ടിട്ട് സ്കൂൾ ഓഫ് ഫോക്ക് ആർട്സ് ചെയ്യണം അവിടെ. അപ്പോൾ അവിടെ ആദ്യകാലങ്ങളിൽ ഞാനൊക്കെ 5ാം ക്ലാസ്സിലോ 1ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കണ കാലത്ത് അവിടെ മുഴുവനും തുരുത്താണ്. അപ്പം മഴ വരുമ്പോൾ 6 ദിവസമൊക്കെ നിന്ന് പെയ്യണ മഴയാണ് ഉണ്ടാകണത്. 6 ദിവസം നിന്ന് പെയ്യണ മഴ. ഇന്നൊക്കെ പെയ്യണമെങ്കിൽ നമ്മുടെ അണക്കെട്ടൊക്കെ പൊട്ടുപെടാന്ന് പൊട്ടുക. അന്ന് അണക്കെട്ടൊക്കെ കുറവല്ല, 64 കാര്യമാണ് ഈ പറയണത്, 65. അപ്പം അങ്ങനെ വരുമ്പോൾ മുഴുവനും വെള്ളം കയറും. ഞാൻ വെള്ളം കയറി വീട്ടിൽ വെള്ളം കയറിയിട്ട് കൊപ്ര ഉണക്കണ ഏരിയ ഉണ്ട്. അതിൻ്റെ പുറത്ത് ഞാനും അപ്പച്ചയും കൊണ്ടിരിക്കുന്നവർക്കും ഉണ്ട്. ഞങ്ങളുടെ ഒരു കോഴി ഉണ്ടായിരുന്നു. കോഴിയും വന്ന് കയറിയിരിക്കും. അമ്മ അടുക്കള അവിടെ ഇവിടെയൊക്കെ വെള്ളത്തിലൊക്കെ അങ്ങനെ നടക്കും. 6 ദിവസം വെള്ളം നിന്ന് പോയി, വെള്ളം കയറിപ്പോയി. അപ്പം അതുമായിട്ട് നോക്കുമ്പോൾ ഈ പ്രാവശ്യം 2018 പ്രളയം ഉണ്ടായിട്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ അത്രയും വെള്ളം കയറിയിട്ടില്ല. എൻ്റെ 64 കയറിയ വെള്ളം എന്ന് പറയണത് ഏരിപ്പൊക്കെ 6 അടിയാണ് ഏരിയുടെ തന്നെ പകുതി വരും. 3 അടി വെള്ളം അവിടെ കരക്ക് കൃത്യമായിട്ട് നിന്ന് വരുന്നു. അപ്പോൾ പുറത്ത് മറ്റുള്ള സ്ഥലത്തൊക്കെയുള്ള അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ ആ ഒരു കാലത്തും അത് ആ വെള്ളം നിന്നിരുന്നത് ഞാനൊരു കൊച്ചു കുടയും കൊണ്ട് ഞാൻ 1.5-2 കിലോമീറ്റർ, 2.5 കിലോമീറ്റർ ഉണ്ട് പള്ളിലോട്ട് പോകാൻ. കാറ്റും മഴയും ഭയങ്കരമാണ്. പക്ഷെ അപ്പോഴും പള്ളിയിൽ പോകും.
ഇപ്പം ഞങ്ങളുടെ പ്രദേശത്ത് നിന്ന് 1-2 വീട്ടുകാരെ ആ സമയത്ത് ഇട ദിവസം പള്ളിയിൽ പോകത്തുള്ളൂ. അന്നൊക്കെ പോയതിൻ്റെയാണ് കർത്താവ് ഇന്ന് എന്നെ അനുഗ്രഹിക്കണം എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. എന്താ കാര്യം, നമ്മുടെ നാട്ടിൽ നിന്ന് ആരും പോകാതിരിക്കണം വിചാരിച്ച പള്ളിയിൽ നമ്മൾ മാത്രം പോകുമ്പോൾ അതിന് 80 മാർക്കാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് എല്ലാവരും, നമ്മുടെ പ്രദേശത്ത് എല്ലാവരും പോകുന്നുണ്ട്, ഞാനും പോകുന്നുണ്ടെങ്കിൽ 8 മാർക്ക് കിട്ടത്തുള്ളതിന്. അപ്പോൾ നിങ്ങൾ പറയരുത് അയ്യോ ആരും വരാഞ്ഞുകൊണ്ടാണ് ഞാൻ വരാതെന്നൊക്കെ വന്നിട്ട് അതൊന്നും വിലപ്പോകത്തില്ല. ആരും വരാതിരിക്കണ സമയത്തും ആരും സുവിശേഷത്തിന് വേണ്ടി ജീവിക്കാതിരിക്കുന്ന സമയത്തും നമ്മളിരിക്കുന്നതാണ് എടുക്കുമ്പോഴാണ് റിസ്ക് എന്ന് പറയണത്. 10 പേരല്ലേ സുഖപ്പെട്ടത്, 9 പേരെവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ ഒരു വിജാതിനൊഴികെ ആ ഒരാളിന് എന്ത് വിലയാ? ഈ വിജാതിനൊഴികെ ആർക്കും വന്ന് നന്ദി പറയണമെന്ന് തോന്നിയില്ലല്ലോ എന്ന് പറയുമ്പോൾ തന്നെ ശ്രീഭണ്ഡാരത്തിൽ കൊണ്ടുവന്ന് ഒരു നാണയം ഇടുമ്പോൾ, ഒരു ചില്ലിക്കാശ് ഇടുമ്പോൾ കുറേ എഴുന്നേറ്റ് നിന്നിട്ട് ഇപ്പോഴ് ഈ വിധവ എല്ലാവരും ആ കൂടുതൽ ഇട്ടെന്ന് പറയുമ്പോഴും ആ ഒന്നൊരു പ്രധാനമല്ലേ മക്കളെ? അതുപോലെ തന്നെയുള്ള 99 മഴപകർത്തി വിട്ടിട്ട് നഷ്ടപ്പെട്ടു പോയ ആ ഒന്നിന് വേണ്ടി പോകുന്ന ഒന്നിൻ്റെ തമ്പുരാനില്ലേ? ആ തമ്പുരാൻ, ആ ഒന്നെന്ന് പറയണതും 9 എന്ന് പറയണതും ദൈവത്തിന് ഒരുപോലെയാണ്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.